عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തൻഈമിൽ പോയി ഇഹ്റാം ചെയ്ത് വരാൻ പറഞ്ഞു. അതിൻ്റെ പേരിനല്ലേ സുന്നത്ത് എന്ന് പറയുന്നത്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയാണ്, യാ റസൂലല്ലാഹ് ഇഅ്തമർതും വലം അഅ്തമിർ, നിങ്ങളൊക്കെ ഉംറ ചെയ്തില്ലേ, ഞാൻ ഉംറ ചെയ്തിട്ടില്ല, അഥവാ ആർത്തവമായ കാരണത്താൽ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറയാണ്, യാ അബ്ദുർ റഹ്മാൻ ഇദ്ഹബ് ബി ഉഖ്തിക ഫഅഅ്മിർഹാ മിനത്ത് തൻഈം. സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരി ആയിഷ ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോയി തൻഈമിൽ പോയി ഇഹ്റാം ചെയ്തു വന്ന് അവരെ ഉംറ ചെയ്യിപ്പിക്കുക. ഇത് റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഇതിന് തന്നെയാണ് സുന്നത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്തിന് മുഴുവനും ബാധകല്ലേ. അത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോട് പറഞ്ഞതാവാം, ഒക്കെ എന്താണ് മുസ്ലിം ഉമ്മത്തിന് പാലിക്കപ്പെടേണ്ടുന്ന സുന്നത്താണ്. അല്ലെങ്കിൽ പിന്നെ നബിത്തങ്ങൾ പറയണം, ഇത് ആയിഷ ബീവിക്ക് മാത്രമുള്ളതാണ് കേട്ടോ, നിങ്ങൾക്കാർക്കും ഇത് ബാധകമല്ല. അപ്പം അത്തരം നവീന ആശയക്കാരോട് നിങ്ങൾ ചോദിക്കേണ്ടത് ഏത് ഹദീസിലാണ് ഉള്ളത്, തൻഈമിൽ പോയി ഉംറ ചെയ്യാൻ പാടില്ല, അത് ശരിയാവുകയില്ല, അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് അറിയിക്കുന്ന ഏത് ഹദീസാണ് ഉള്ളത് എന്ന് ചോദിക്കുക. അല്ലാതെ അവർക്ക് ദീനുണ്ടാക്കാൻ പറ്റൂലല്ലോ. തൻഈമിൽ പോയി ഇഹ്റാം ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിന് തെളിവ് കാണും. പറ്റുമെന്ന് റസൂലുള്ളാഹിൻ്റെ ഈ കൽപ്പന ഉണ്ട്. ഇനി പറ്റൂല എന്നതിന് എന്താ തെളിവ്? ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വെച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ലോകത്ത് മുൻകഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ്, തൻഈം ഇഹ്റാം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒന്നാം സ്ഥാനം ജിറാനയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്ത സ്ഥലം. രണ്ടാമത് തൻഈമാണ് എന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ്. അപ്പം അതിനെതിരെ അത് പറ്റൂല എന്നുണ്ടെങ്കിൽ അത് ഏത് ഹദീസിലാണുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ ഏത് ആയത്തിലാണുള്ളത്, അത് കാണിച്ചു തരാൻ പറയാം. അല്ലാതെ അവരിങ്ങനെ പറ്റൂല എന്ന് തൊള്ളപ്പൊട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൻഈമിൽ വെച്ച് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യൽ ഹറാമാണെങ്കിൽ ഇന്നും ഒരു ഇസ്ലാമിക രാജ്യമായ സൗദി ഗവൺമെൻറ് ആയിഷ പള്ളി എന്ന് പറയുന്ന ഈ തൻഈമിലെ പള്ളിയെ വലിയ പള്ളിയായി വിപുലീകരിക്കുകയും അവിടെ ഇഹ്റാം ചെയ്യുന്നവർക്ക് വേണ്ടി നൂറുകണക്കിന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കി വെക്കുകയും ദിവസവും അങ്ങോട്ട് സൗജന്യമായി ബസ് യാത്ര സംഘടിപ്പിച്ച് ആളുകളെ കൊണ്ടുപോവുകയും അതോടൊപ്പം ആയിരക്കണക്കിന് ടാക്സികൾ അവിടെ പോയി തിരിച്ച് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഈ ഹറാമ് ചെയ്യാൻ അവർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നോ? പോയത്തം എന്നല്ല എന്താ ഇതിനൊക്കെ പറയുക. അത് ഖൈറുകളെ തടയുക. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മയെ തടയുക, ഒരു ഉംറ ചെയ്യുന്നതിനെ തടയുക. അതിന് എന്തെല്ലാം വഴിയുണ്ടോ അതൊക്കെ ചെയ്യുക. അപ്പോൾ അതൊന്നും ചെവിക്കൊള്ളാതെ നാം നമ്മുടെ അമലുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറയുക. അല്ലെങ്കിൽ അവരൊരു ഹദീസ് കൊണ്ടുവരട്ടെ, ഏത് ഹദീസിലാണുള്ളത്, പാടില്ല എന്ന്.